ആറന്മുള വിമാനത്താവളത്തിനായി നിശ്ചയിച്ച വിവാദ ഭൂമിയിൽ പുതിയ പദ്ധതിക്കായി KGS ഗ്രൂപ്പിന് നീക്കം. ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി KGS ഗ്രൂപ്പ് IT വകുപ്പിനെ സമീപിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വേണമെന്നാണ് ആവശ്യം. പദ്ധതിക്ക് കൃഷിവകുപ്പ് എതിർപ്പ് അറിയിച്ചു. ആറന്മുള വിമാനത്താവളത്തിനെതിരെ ജനകീയ പ്രതിഷേധമുയർന്ന അതേ ഭൂമിയിലാണ് പുതിയ പദ്ധതിക്കും നീക്കം നടത്തുന്നത്. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, വിവരങ്ങൾ എന്താണ്? നിലവിൽ ഈ പദ്ധതി ഏറെ വിവാദമായ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്താണ് പുതിയ പദ്ധതിക്ക് KGS ഗ്രൂപ്പ് നിലവിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. IT വകുപ്പിനാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. IT വകുപ്പ് നിലവിൽ ഇതിന്റെ അഭിപ്രായങ്ങൾ തേടി റവന്യൂ വകുപ്പിനും ഒപ്പം തന്നെ കൃഷി വകുപ്പിനും നിലവിലെ സാഹചര്യം എന്താണ്, അത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് അനുമതി നൽകാൻ കഴിയുമോ എന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായം തേടി റവന്യൂ വകുപ്പിനും കൃഷി വകുപ്പിനും കത്ത് നൽകിയിരിക്കുകയാണ്. നിലവിൽ കൃഷി വകുപ്പ് ഇത് എതിർത്ത് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഒരു കാരണവശാലും ആ പദ്ധതി അത്തരത്തിലുള്ള ഒരു പദ്ധതി അവിടെ അനുവദിക്കാൻ സാധിക്കില്ല. കാരണം തണ്ണീർത്തട പ്രദേശമാണ്, വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശമാണ് എന്ന സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തന്നെയാണ് കൃഷി വകുപ്പ് നൽകിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൃഷി വകുപ്പ് എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ്. KGS ഗ്രൂപ്പ് പുതിയ കമ്പനിയുടെ പേരിലാണ് ഇപ്പോൾ നിലവിൽ IT വകുപ്പിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു 10 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആറന്മുള പദ്ധതി പ്രദേശത്ത് വീണ്ടും പുതിയ പദ്ധതി നിർമ്മാണവുമായി അല്ലെങ്കിൽ പദ്ധതിവൽക്കരണവുമായി തന്നെയാണ് KGS ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ സർക്കാർ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളും ആവശ്യമാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ IT വകുപ്പിന് അപേക്ഷ നൽകിയിരിക്കുന്നു. IT വകുപ്പ് നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിനോടും കൃഷി വകുപ്പിനോടും കാര്യങ്ങൾ അഭിപ്രായം തേടി. എന്തായിരുന്നാലും കൃഷി വകുപ്പ് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. കൃഷി വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. നിലവിൽ ഈ പദ്ധതി പ്രദേശത്ത് അധികമായി തന്നെ 90% 344 ഏക്കർ ഭൂമിയാണ് ആ പ്രദേശത്തുള്ളത്. ആ സ്ഥലത്ത് ഒരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആരംഭിക്കാൻ സാധിക്കില്ല. ഇവിടെ വെള്ളപ്പൊക്ക പ്രദേശമാണ്. ആ പ്രദേശത്ത് ഒരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് കൃഷി വകുപ്പ് ഇപ്പോൾ അഭിപ്രായമായി പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും സർക്കാരാണ് ഇതിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. നേരത്തെ തന്നെ നമുക്കറിയാം, ആറന്മുള സമരസമിതിയുമായി ബന്ധപ്പെട്ട ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതി എന്ന പേരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം തന്നെ സാംസ്കാരിക നേതാക്കളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളായിരുന്നു വിമാനത്താവള പദ്ധതി അവിടെ തുടങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ ഉണ്ടായത്. ആ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഈ പരിസ്ഥിതിക പ്രശ്നങ്ങൾ പോലും പരിശോധിക്കാതെയുള്ള നിലപാടായിരുന്നു KGS ഗ്രൂപ്പിന്റെ ഉണ്ടായത്. ആ ഘട്ടത്തിൽ തന്നെയാണ് ജനങ്ങൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും ഇത്തരത്തിലുള്ള ഒരു സമരസമിതിക്ക് രൂപം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നതും. ആ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ അതൊന്ന് തണുത്ത് വിവാദങ്ങൾ കെട്ടടങ്ങുന്ന ഘട്ടത്തിൽ തന്നെയാണ് KGS ഗ്രൂപ്പ് പുതിയ കമ്പനിയുടെ പേരിൽ പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നിലവിൽ ഈ വിമാനത്താവള പദ്ധതി തുടങ്ങുന്ന സമയത്ത് ഈ തണ്ണീർത്തട പ്രദേശങ്ങളിലെല്ലാം തന്നെ മണ്ണിട്ട് നികത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് പോലും കോടതിയുടെ ഹരിത ട്രിബ്യൂണലിൻ്റെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. ഒരു കാരണവശാലും നിലവിൽ ആ പ്രദേശത്ത് മണ്ണിട്ട് നികത്താൻ പാടില്ല, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ ഏത് സ്ഥിതിയിലായിരുന്നോ ഈ പ്രദേശമുണ്ടത് ആ സ്ഥിതിയിലേക്ക് മാറ്റാൻ, നേരത്തെ മണ്ണിട്ട് നികത്തിയ പ്രദേശങ്ങൾ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിക്കണമെന്ന ഹരിത ട്രിബ്യൂണലിൻ്റെ ഉണ്ടായിരുന്നു, കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നിലനിൽക്കെ തന്നെ അന്ന് നികത്തിയ മണ്ണ് പോലും മാറ്റുന്ന സാഹചര്യമുണ്ടായി. ആ പ്രദേശത്താണ് വീണ്ടും ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KGS ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് IT വകുപ്പിനാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ സാഹചര്യത്തിൽ കൃഷി വകുപ്പ് ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ശരി വിനീഷ്, ഏതായാലും കൃഷി വകുപ്പിന്റെ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പോലും ഈ പദ്ധതിയുടെ അപേക്ഷ നിലനിൽക്കുകയാണ്. ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതി എന്ന പേരിലാണ് KGS ഗ്രൂപ്പ് IT വകുപ്പിനെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.